Hi guys, welcome back to my YouTube channel. It's me, Namika. ഈ വീടൊന്നും എടുത്തില്ലല്ലോ. അല്ല നമ്മൾ ആ വ്ലോഗ് അല്ലല്ലോ എടുക്കുന്നത്. കള്ളിപ്പെട്ടിൽ അംഗനവാടി പോകാൻ തുടങ്ങി ഗൈസ്. പക്ഷേ 10 മിനിറ്റ് കഴിയുമ്പോൾ വിളിച്ചു പറയും ഞാൻ പക്ഷേ ഇതുവരെ പോയിട്ടുണ്ട്. എനിക്ക് സ്കൂളിലുള്ളപ്പോഴേക്കും ഞങ്ങളെ കൊണ്ടുപോയിട്ട് എനിക്കറിയില്ല, എനിക്ക് എവിടെയാണെന്ന് പോലും അറിയത്തില്ല. കുഞ്ഞപ്പി മിസ് എന്തോ പറഞ്ഞ് ആദ്യത്തെ ദിവസം പോയപ്പോൾ ഗൈസ് മുട്ടായി കൊടുത്തു. രണ്ടാമത്തെ ദിവസം പോയായിരുന്നു. അത് ഇന്നലെ അല്ലേ പോയേ അംഗനവാടിക്ക്? ഇന്നലെ അല്ലല്ലോ, മിനിഞ്ഞാന്ന് ഫ്രൈഡേ പോയായിരുന്നു. കാര്യം തേഴ്സ്ഡേയോ? ആ തേഴ്സ്ഡേ ആണ് ഗൈസ്. അപ്പോൾ ഇനി ഞങ്ങൾ കാര്യമായിട്ട് കുഞ്ഞിനെ വിടുന്നുണ്ട്. ഇപ്പം തന്നെ അവള് ഹരിയല്ലേ പഠിച്ചത്? ഹരി പഠിക്കുന്ന ശരിക്കുന്നില്ല. അവൾക്ക് തന്നെത്താനെ പെൻസിൽ പിടിക്കാൻ അറിയുന്ന അവൾക്ക് ഇപ്പം പഠിപ്പിക്കാൻ എടുത്തപ്പോൾ പെൻസിൽ പിടിക്കാൻ അറിയത്തില്ല. അല്ലെങ്കിൽ പേനയൊക്കെ എടുത്തിട്ട് കുത്തി വരെയാണ്. എൻ്റെ പേന എല്ലാം കൊണ്ട് കളയും ഈ സാധനം ഇന്ന് അടുക്കിരിക്കുന്ന സാധനം. ഇപ്പോൾ അമ്മ പഠിപ്പിക്കാൻ എടുത്തപ്പോൾ അവൾക്ക് പെൻസിൽ പിടിക്കാൻ അറിയത്തില്ല, കല്ല് പെൻസിൽ പിടിക്കാൻ അറിയത്തില്ല, ഒന്നും പറയത്തില്ല. നമ്മൾ പാവം കുഞ്ഞ, നിങ്ങൾ പാവം, ഞങ്ങൾ പാവമാണ്. നിങ്ങൾ പാവം. നമ്മൾ സെൻട്രൽ മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്ലൂ തരായിരുന്നു. അതായിരുന്നു കേട്ടോ എൻ്റെ പ്ലാൻ ആക്ച്വലി. അല്ല, അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് പ്ലാൻ കിട്ടി. അന്നേരം മുമ്പൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. കള്ളിപ്പന്നെ കള്ളിപ്പന്നെ നോക്കി നോങ്ങിക്കോ. പക്ഷെ രണ്ടായിരം ടൂ ഐക്കറിൽ നിന്ന് പറ. കുഞ്ഞിൻ്റെ ടൂവ് ഒരു ബസ് ഏതാണ്? ആ ബസ് ഒരു ബസ് വരും. നേരെ ഐസിലോട്ട് പോയി അല്ലാണ്ട് ഇവിടെ ഞാൻ പറയുന്നത് ഇവിടെ ഈ ഓമയ്ക്ക് ഗസിന് വവ്വാല് തിന്നുണ്ട്. ഇവിടുന്ന് ആ കൊച്ചു വരുന്നത് ഏത് കൊച്ചു? എന്തുവാ? അൽവി
ചില ബോർഡ് വെച്ചേക്കുന്നത്. ആ ഗൈസ് എവിടെ സ്ഥലം ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ എന്നോട് പറഞ്ഞായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ നോണിൻ്റെ പ്രൈസ് വരുന്നുണ്ട്. ആ അറിയാം 2:30 പറഞ്ഞത്. ഞങ്ങളെത്തി. ഇപ്പുറത്ത് കാണുന്ന കേട്ടോ സെൻട്രൽ മാർട്ട് കണ്ട എഴുതിയേക്കും. ഗൈസ് സെൻട്രൽ ഫുൾ കട്ടറാണ് ഗൈസ് കയറുന്നത്. ഞങ്ങളുടെ സ്ഥിരം സ്ഥലം. പേടിയോ? പേടിക്കണ്ട, ഞാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. ഉറക്കം വരും. അവളെ എഴുന്നേറ്റിരിക്കുവായിരുന്നമ്മേ. ഞാൻ അതില്ല അമ്മ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയാൻ നേരത്ത് വിളിച്ചത്. ഒരുങ്ങ ചൂട്. അതെനിക്കറിയത്തില്ല. അമ്മ ഇവിടെ നിന്ന് മുട്ടായി സെലക്ട് ചെയ്യാണ്. ഓക്കെ, വേറെ നോക്ക്. ഇതെന്തോ ഇത് മറ്റേതാ. ബാ പേന എടുക്കട്ടെ. എത്രയാണ് കാശ്? പത്തിൻ്റെ ആണോ? 10ൻ്റെ ആണോ പേന? ഇല്ല ഇല്ല. ഇന്നലത്തെ ഒന്നാമത്തെ മുട്ടായി സ്വീറ്റ്സ് മേടിക്കാൻ പോയ വീഡിയോയും ഇതിൻ്റെ കൂടെയായിട്ട് അപ്ലോഡ് ചെയ്ത് ആദ്യം അതായിരിക്കും പിന്നെ ആയിരിക്കട്ടത്. ഇതുകൊണ്ടാണ് ഇൻട്രോ ഒന്നും പറയാത്ത. ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. ഇതാണ് ഡ്രസ്സ് ഞാൻ കാണിക്കാൻ. ഞാൻ ഇങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്. തോർത്ത് ഞാൻ കുളിച്ചിട്ട് ഇപ്പം ഇട്ടതാണ്. പക്ഷേ ഡ്രസ്സ് ഞാൻ കാണിക്കാം. ഇവിടെ ഒരാൾ കിടന്ന് നല്ല ഉറക്കമാണ്. എഴുന്നേറ്റാണ് പിന്നെയും കിടന്നുറങ്ങി. അപ്പോൾ എനിക്ക് ഞാൻ എഴുന്നേറ്റ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. നല്ല ഉറക്കം വെച്ച മൂടൊക്കെ ആയിരുന്നു. അങ്ങനെ ഭയങ്കര കണ്ണൊക്കെ വല്ലാതൊക്കെ ഇങ്ങനെ അടഞ്ഞടഞ്ഞ് വന്നിട്ട് എനിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അമ്മ അവൾ കരയുന്നു. അച്ഛൻ വിളിച്ചായിരുന്നു. ഇവളിപ്പം ചെറുതായിട്ട് കരഞ്ഞിട്ട് അങ്ങോട്ട് തിരിഞ്ഞിടുന്നു കേട്ടോ. നമുക്ക് ഞാനിങ്ങനെ റെഡി ആവട്ടെ. നിന്നിട്ട് ഒരുങ്ങി വേണം പോകാൻ. നമുക്ക് റെഡി ആവാം. അപ്പോൾ ഗൈസ് ഞാനിങ്ങനെ വെച്ചിട്ടൊക്കെ അത് ഇടയ്ക്കൊക്കെ അലമാരിക്കകത്ത് വെക്കുമ്പം എന്തുവാ നല്ല കറക്റ്റായിട്ട് ലൈറ്റ് കിട്ടില്ല. അപ്പം ഞാൻ കാര്യം ഒരുങ്ങാന്ന് കുറച്ച് നന്നായിട്ട് ഒരുങ്ങണം. ഫൗണ്ടേഷൻ കുഞ്ഞാപ്പ എഴുന്നേറ്റായിരുന്നു കേട്ടോ. അതിൻ്റെ പുറകിലായിരുന്നു. പിന്നെ അവളെ കാണിച്ചില്ലായിരുന്നു ഞാൻ മുട്ടായി കൊണ്ടുവന്ന്. അന്നേരം തന്നെ കാണിച്ചിരുന്നെങ്കിൽ പണി കിട്ടിയാലേ. ഇപ്പം ഞാൻ അവൾക്ക് ഒരെണ്ണം കൊടുത്തു. അപ്പോൾ സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞാൽ കൊടുത്തു. അപ്പോൾ അവൾക്ക് സന്തോഷമായിരുന്നൊക്കെ ചോദിച്ചപ്പോൾ അവളുടെ ഉറക്കപ്പിച്ച മൂഡ് മാറ്റാനായിരുന്നു കൊടുത്തത്. പക്ഷേ നല്ല മൂഡ് മാറിയിട്ടില്ല. അവൾ അടുക്കളയിലുണ്ട്.
അമ്മയുടെ കേട്ടോ. എഴുന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് അമ്മയെ കാണണം. വാശി പിടിക്കുക ഗൈസ്. എനിക്കില്ല ഗൈസ് ഇങ്ങനത്തുള്ള മേക്കപ്പ് ഒന്നും ഫൗണ്ടേഷൻ അതൊന്നും ഇഷ്ടമല്ല. ഇങ്ങനെയൊക്കെ പോകുമ്പോഴേലും ഇങ്ങനെ ഒരുങ്ങാൻ പറ്റുമോ ഇന്ന് തന്നെ ഇടുന്ന കേട്ടോ. നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടു. ഇനി കോമ്പാക്റ്റ് ഇടണം. കോമ്പാക്റ്റ് പൗഡർ ഞാൻ സാറിന് കണ്ണാടി നോക്കിയാണ് ഗൈസ് ഇടാറ്. കുറച്ച് കൂടിയൊന്നും എനിക്ക് പണ്ട് ഇതൊന്നും ഇഷ്ടമല്ലായിരുന്നു. ഇങ്ങനെ ഡാൻസ് പ്രോഗ്രാമിനൊക്കെ ഈ ഫൗണ്ടേഷനൊക്കെ വാരി ഇടുമല്ലോ. അത് ഇപ്പോഴും ഇടാറുണ്ട്. മിസ്സുമാരിട്ട് അത്ര എടുത്തില്ല. ഈ മേക്കപ്പ് മാനൊക്കെ വന്നിട്ട് ചെയ്യണ്ട. അന്നേരം ആണ് ഭയങ്കര ഇറിറ്റേഷനും കാരണം. എനിക്ക് ലിപ്സ്റ്റിക്ക് പോലും അത്ര ഇഷ്ടമല്ല. എന്താ എനിക്ക് കണ്ണിൻ്റെ കുറച്ച് കണ്ണാട്ടോ എനിക്ക് മെയിനായിട്ട് ഇഷ്ടമുള്ള. ഐലൈനർ അങ്ങനെയുള്ള സംഭവം മസ്കാരയൊക്കെ ആട്ടോ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം. ലിപ്സ്റ്റിക്ക് പിന്നെ ഞാൻ ഒരു സമയത്ത് വെറുത്തു പോയി. സെൽഫി വീഡിയോ നല്ല ലോങ് ആയിരിക്കും. കാരണം ഇപ്പം തന്നെ 2 മിനിറ്റ് 30 സെക്കൻഡ്സ് ആയി. പിന്നെ ഞാൻ ഇന്നലത്തെയും കൂടി ഇടുന്നു എന്ന് പറഞ്ഞായിരുന്നു. ഇതേട്ടാ സെറ്റാവട്ടെ. ഫുള്ള് കാണിക്കാൻ പറ്റുമെങ്കിൽ കണ്ണാടി ഞാനുമായിട്ടുള്ള കുറച്ച് എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ അതിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതാട്ടോ. നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത് ഇനി എന്താ നമ്മുടെ എൻ്റെ ഫേവറേറ്റ് പാറ്റേണുള്ള ഐ ഷാഡോ. ഞാൻ ആകെ ഇടാറുള്ള 2 ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ ഇടാനുള്ള ആകെ ഈ ഒരു ഷെയ്ഡ് മാത്രം. എൻ്റെ അനിയത്തിക്ക് ചേരുത്, എനിക്കിതാ ചേരുത്. ഇത് ഞാനിത് 2 ഇടും. എന്നാലും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഇതാട്ടോ. 2 എനിക്ക് ചേരും. പക്ഷെ ഇത് ഞാൻ തൊട്ടിട്ട് വരും. അതൊക്കെ ഇത് 2 തീരുമ്പോൾ ഞാൻ തൊള്ളാൻ പോകുന്നത്. ഐ ഷാഡോ ഇട്ടല്ല, ഐലൈനർ ഇല്ല, ഐ ഷാഡോ ഇട്ട എന്തിനാന്നത്തില്ല. ഇങ്ങനെ പിടിക്കും. ഞാനത് മാറ്റാൻ നോക്കിയാലും പിടിക്കും. അങ്ങനെ തന്നെ വരും. ഇത് നല്ല ലോങ് കിട്ടും. എനിക്ക് കണ്ണാടി നോക്കിയൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തത് നോക്കാം. എനിക്ക് അവിടെ ഇങ്ങനെ ചെയ്യാനുള്ളതുണ്ട്, ഷോർട്ടാക്കാനുള്ളത്. പക്ഷെ എനിക്കത് യൂസ് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ബ്രഷ് ഇത് വെച്ച് പരീക്ഷിച്ച് നോക്കാം. എന്തെങ്കിലുമൊക്കെ നടക്കും. ഇട്ട് കഴിഞ്ഞു. ഗൈസ് 2 ഷെയ്ഡ് മിക്സ് ചെയ്ത് നോക്കാം.
ഇതാണ് ഗൈസ് എൻ്റെ ഡ്രസ്സ്. അപ്പോൾ ഗൈസ് അവൾ അമ്മ ഇങ്ങനെ മണ്ടയ്ക്ക് എടുത്ത് ഉറക്കിയാലേ ഉറങ്ങും. ഹാപ്പി ബർത്ത്ഡേ ആണ് പറഞ്ഞത്. നമ്മൾ മസ്കാറയും ഇട്ടും ഒരു പേപ്പർ ഇട്ടു, അത് ടിഷ്യൂ. എൻ്റെ കയ്യിൽ മസ്കാര ഇനി എന്താ ഇനി ലിപ് ബാം. ബ്ലഷ് വേണമെങ്കിൽ വെച്ച് ബ്ലഷ് ഇട്ടാലോ, നല്ല ഇടാൻ പറ്റും ഗൈസ്. എന്നിട്ട് ഒഴിഞ്ഞിട്ട് പോകും. എൻ്റെ അടുത്താക്കി ഇത് ഞാൻ പറഞ്ഞല്ലോ, എനിക്കിത് ഇതിലിടുന്ന ഇഷ്ടമല്ല. ഇങ്ങനെയായിട്ട് ഇട്ട് കൊടുത്തേ കൊച്ചുങ്ങൾ ഇഷ്ടമല്ലോ. ഇതിൻ്റെ മെയിൻ ഹോബിയാണ് കേട്ടോ. അല്ല എപ്പോഴും വേണമെങ്കിൽ ഞാൻ തരാം. ഗസ് വണ്ടിക്ക് പറ്റും തോന്നുന്നു. ഗസ് നിങ്ങൾക്കറിയാണ്ട് എനിക്കിപ്പോൾ വണ്ടിക്ക് അയിലാണ് കുറച്ച് പറ്റി. അത് കളയാനുള്ള ട്രിക്ക് ഞാൻ കാണിച്ചത്. ഞാനെപ്പോഴും യൂസ് ചെയ്യുന്നത് ബേബി ക്രീമാണ്. ഞാൻ ബേബി ക്രീം എടുത്തിട്ടാ അവിടെ ഇങ്ങനെ പോയ സ്ഥലത്ത് ഇത് ഞാനുണ്ടാക്കിയതാണ് തോന്നുന്നു. മറ്റേ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടില്ല. എൻ്റെ ഒരു ദിവസം എനിക്ക് ദേഷ്യം, ഞാൻ ആദ്യമായിട്ട് ഐലൈനർ ഇടാൻ പഠിക്കും. ഇവിടെ ഫുൾ പിന്നെ എനിക്ക് ദേഷ്യം വന്ന് പിന്നെ ഏതാണ്ടൊക്കെ ഞാൻ നോക്കി വെച്ച് വരിയിട്ടു. ഇതിനിടയ്ക്ക് ഞാൻ എന്നിട്ട് ചുമ്മാ ഒരു പരീക്ഷണം പോലെ ക്രീം എടുത്തിട്ടൊന്ന് ഇട്ട് നോക്കി. അത് സക്സസ് ആയിട്ട് പോയി കേട്ടോ. പക്ഷെ നമ്മുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ പറ്റും. അറിയാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ എൻ്റെ ഐലൈനർ കാണാവോ ഇവിടെ കേട്ടോ പറ്റിയിട്ടുള്ള
കാണുന്നില്ല. ഇതുകൊണ്ട് ഇവിടെ ക്രീം തച്ച ഭാഗം കാണാമല്ലോ. അവിടെ ഉണ്ടായിരുന്നു ഇട്ടിട്ടില്ല. ഇപ്പം അത് പോയി. പിന്നെ ഇവിടെ ചെറുതായിട്ട് ഇതായിരുന്നു. സ്വന്തം കൊണ്ട് എനിക്കല്ലേ എന്തോ തുടച്ചപ്പോൾ ചെറുതായിട്ട് അതെന്തോ എനിക്ക് പോലെ പറയും. വീണ്ടും ഇട്ടിടുന്നു. എൻ്റെ മെമ്മറി ഫുള്ളായെന്ന് പറഞ്ഞു. ഓക്കെ, എല്ലാവരും ഷാഡോ ഇടുമ്പോൾ ഇതിൻ്റെ മണ്ടയിലും കൂടെ ആക്കിയിട്ടുണ്ട് ചിലരൊക്കെ. പക്ഷെ എനിക്കത് ഇപ്പം ഞാൻ ചെയ്തപ്പോൾ വൃത്തിയോട് തോന്നി ഗൈസ്. എനിക്കിപ്പോൾ ഞാനത് തുടച്ചിട്ട് ഇവിടെ ആയിരുന്നു. എന്നാലും ചെറുതായിട്ടുണ്ട്. എനിക്കത് വൃത്തിയോട് തോന്നും ഗൈസ്. അങ്ങനെ നീ ചെയ്യാത്തോട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ലിബാമിൻ്റെ പുറകെ ബ്ലഷ് വരാറുണ്ട് ഗൈസ്. ഫുള്ള് മലയാളികളാണ്. കാരണം ഞാൻ കാണിച്ചത് നോർമൽ ഡേയ്സിൽ ഞാൻ ഫൗണ്ടേഷൻ ഇട്ടത് ഈ ബേബി ക്രീം, ബേബി പൗഡർ, പിന്നെ ബേബി മറ്റേ കാജൽ യൂസ് ചെയ്തു. പിന്നെ ഹിമാലയയുടെ കാണാമോ ഇവിടെ ഹിമാലയയുടെ ലിപ്പ. ഞാനെന്ത് ചെയ്യണം? ഞാനിപ്പോൾ എന്താ ഹിമാലയകൾ കൂടുതൽ മറപ്പിച്ച് നോക്കത്തില്ല. കാരണം ഒരു ട്രിക്ക് ഉണ്ട്. ലിപ്സ്റ്റിക് ആണ് റൂബി റെഡ് എന്നുണ്ട്. ലിപ്സ്റ്റിക്ക് കുറേ നേരം ലോങ് ലാസ്റ്റ് ചെയ്തിരിക്കാൻ എന്ത് ഈ ലിബാം ഇട്ട് കുറച്ച് ഇങ്ങനെ ഒന്ന് ആക്കിയിട്ടും ഒത്തിരി ഉണ്ടെങ്കിൽ അത് കുറച്ചൊക്കെ തുടച്ച് വേണം. ഇങ്ങനെ തുടച്ച് പോകണം. എന്നിട്ട് നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. കുറച്ചിട്ടാ ടിഷ്യൂ കേട്ടോ. ഞാൻ പണ്ട് തൊട്ട് കണ്ണാടി നോക്കിച്ചത് കണ്ണാടിയാണ്. പക്ഷെ ഞാൻ റൂബി റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഷെയ്ഡാട്ടോ ഷെയ്ഡാട്ടോ യൂസ് ചെയ്യുന്നത്. എനിക്കിത്ര ഞാൻ പറഞ്ഞില്ല. ഇപ്പം ഞാൻ ചെറുതായിട്ട് തുടച്ചൊക്കെ കളയും. ഇതാണ് മമ്മി. ഇപ്പം എന്നെ കാണുന്നില്ല. ഇതെന്നുണ്ടെങ്കിൽ കാണാൻ റൂബി റെഡ് ഇട്ട ഷെയ്ഡ് 311. അപ്പോൾ ഗൈസ് നമ്മുടെ അതെല്ലാം കഴിഞ്ഞു. ഇനി എനിക്ക് പൊട്ട് കുത്തണം. പൊട്ട് കുത്തുന്നത് ഞാൻ അലണ്ട വെച്ചിട്ടാണ്. കുഞ്ഞു പൊട്ട ഇഷ്ടം. അത് ഞാൻ കണ്ണാടി നോക്കിയാണ്. ഞാൻ എല്ലാ കാര്യം ഞാൻ കണ്ണാടി നോക്കിയിട്ട് ചെയ്യണം. മേക്കപ്പ് എൻ്റെ കുഞ്ഞു പൊട്ട് ഗൈസ്. കുഞ്ഞു പൊട്ടും കുത്തി ഇനി ഓർണമെന്റ്സ് നല്ല ഉറക്കം വരുന്നുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ നമുക്ക് ഇതിൻ്റെ എന്തുവാ ക്രിസ്മസ് പരിപാടി 21-ാം തീയതിയാണ് ഡിസംബർ. അപ്പം അതിൻ്റെ ഡാൻസ് ഞങ്ങൾ ചെയ്തില്ല. ഞങ്ങൾ കഴിഞ്ഞ തേഴ്സ്ഡേ ഞങ്ങൾക്ക് ഡാൻസ് കാണിക്കാൻ പാട്ടും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി അതിൻ്റെ ഇത് കാണും. അപ്പം ഞാൻ ഈ ഒരു ചെയിൻ ഇട്ടു. എന്നാൽ ഞാൻ നിങ്ങളൊന്നും അങ്ങനെ മേടിച്ചിട്ടില്ല കേട്ടോ. ഇത് ഇട്ടു.
അതെല്ലാം പുതിയതാണ്. പിന്നെ ഇതിന് മാച്ചായിട്ടുള്ളൊരു പിങ്ക് മാല. ഇത് കോംബോ ഒന്നും അല്ല കേട്ടോ, ചുമ്മാ എൻ്റെ മമ്മി എടുത്താണ് കേട്ടോ, അമ്മയുടെ അമ്മ പോയ മേടിച്ച് തരും. അയ്യോ ഗൈസ്, ഞാൻ ലിപ്സ്റ്റിക് അടിക്കത്തില്ല. ഞാൻ ഫുഡ് കഴിച്ചിട്ടാണ് ലിപ്സ്റ്റിക് അടിയായിട്ട് ഓൾറെഡി ചെറുതിട്ട് അടിച്ചിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ കാണാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു, ഒരു ന്യൂഡ് ഷെയ്ഡാണ് വരുന്ന. അങ്ങനെ ഞാൻ മുടിയൊക്കെ കെട്ടിട്ടോ ഇങ്ങനെ ഫോട്ടോ അടിച്ചിട്ടോ പോവാണ്. ബാഗിലൊക്കെ ഭയങ്കര വെയിറ്റ് മുട്ടായി കിടന്നിട്ടാണ് തോന്നുന്നു. മെലഡി കേട്ടോ, മെലഡി പോവാണ്. പപ്പയും മമ്മയും കുറച്ച് വിഷ് ചെയ്തു. ഓട്ടോ സ്കൂള് ഭയങ്കര വെയിറ്റ് ഉണ്ട്. അമ്മല്ലേ പറഞ്ഞ പാത്രത്തിൽ ഞാൻ പിന്നെ പറഞ്ഞില്ല, വെയിറ്റ് ആയിരിക്കും കൊടുക്കാൻ കൊടുക്കുന്നു. എന്താ ചിരിക്കുന്നേ? ബ്ലഷ് എൻ്റെ ബ്ലഷ് കണ്ടിട്ടുണ്ട്. നീ എടുത്തു. അല്ല മാമ, പക്ഷെ ഇവിടെ ആരും വന്നില്ല. സ്കൂളിൽ പോണമെന്നൊന്നുമില്ല. ആ വീഡിയോ അത്രയും എൻ്റെ ഫ്രണ്ട്സായിട്ട് പിന്നെ കേക്ക് മുറിച്ച് കഴിഞ്ഞിട്ട് അമ്മ വന്നേട്ടോ, ഫ്രണ്ട്സുമായിട്ട് കുഞ്ഞ് അടിക്കുന്നതായിട്ട്. അപ്പം ശരി.